അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനോഹരമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മൾ നന്മകൾ ചെയ്യുന്നതൊക്കെ ആ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത, ഒരിക്കലും ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാത്ത കുറെ വിഭാഗം ആളുകളെ കുറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ആ സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എത്ര വലിയ ഇബാദത്തുണ്ട് എന്ന് പറഞ്ഞാലും, എത്ര വലിയ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാലും, ചില തെറ്റുകൾ നമ്മളെ സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ സുഖലോലമായ സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത, ആ സ്വർഗം ഒരിക്കൽ പോലും കിട്ടാത്ത കുറെ ആളുകളുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നില്ല, യദ്ഖുലുൽ ജന്ന, ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗം അത്രത്തോളം ആളുകൾക്ക് കിട്ടുകയില്ല. നമ്മുടെ ഇബാദത്തുകളെല്ലാം വൃഥാവിലായി പോകുന്ന, ആ ഇബാദത്തുകളെല്ലാം നശിച്ചു പോകുന്ന, വലരിബൂ ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാനുണ്ടല്ലോ, നാളെ ആ പരിഭ്രാന്തിയുടെ പരലോകത്ത് ഞാനും നിങ്ങളും കടന്നു പോകുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് ചില ആളുകളുടെ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്തെന്നറിയോ? വദരിബൂ ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹാ, അവന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുക. ഈ ഇബാദത്തുകൾ മുഴുവനും അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുന്ന കുറെ ആളുകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അവർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. കള്ളും കഞ്ചാവും എല്ലാം ഇന്ന് സുലഭമാണ്. എത്രയോ കൊലപാതകങ്ങളാണ് നമ്മുടെ മനസ്സുകൾ പോലും ഞെട്ടിത്തെറിച്ചു പോകുന്ന, എത്രയോ സംഭവവികാസങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പത്രമാധ്യമങ്ങൾ നോക്കിയാൽ കൊലപാതകങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. മാതാപിതാക്കളെ മക്കളെ കൊല്ലുന്നു, കാമുകന്മാര് പരസ്പരം കൊല്ലുന്നു. എല്ലാത്തിന്റെയും അടിസ്ഥാനം ലഹരിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഒരിക്കലും നിങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. അത്തരക്കാരായ ആളുകൾ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്.